ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഭഗവത്ഗീത 4-ാമത്തെ അധ്യായം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ശ്ലോകം നമാം കർമാണി ലിംപന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാം യോഭിജാനാതി കർമ്മഭിർ നസ ബധ്യത്തെ. കർമ്മങ്ങൾ എന്നെ സ്വാധീനിക്കുന്നില്ല, എന്നെ ബന്ധനത്തിൽ കൊടുക്കുന്നില്ല. മാത്രമല്ല എനിക്ക് കർമ്മഫലത്തിൻ്റെ ആഗ്രഹം ഒന്നുമില്ല എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് ആ വ്യക്തി കർമ്മത്തിലൂടെ ബന്ധനത്തിലാകുന്നില്ല. ഇതായിരുന്നു 14-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഃ കുരു കർമ്മൈവ തസ്മാത് ത്വം പൂർവൈഃ പൂർവതരം കൃതം. കർമ്മം എന്നെ ബന്ധനത്തിൽ കൊടുക്കുന്നില്ല എന്നും കർമ്മഫലത്തിന് എനിക്ക് ആഗ്രഹമില്ല എന്നും ഇങ്ങനെ ഏവം ഇങ്ങനെ ജ്ഞാത്വ അറിഞ്ഞുകൊണ്ട് പൂർവൈഹി പൂർവപുരുഷന്മാർ മുമുക്ഷുഭിഹി അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന മുമുക്ഷുഭിഹി മുമുക്ഷുമാർ, അതായത് മോക്ഷത്തിനെ ആഗ്രഹിച്ചിരുന്നവർ, അപി അവരും കർമ്മകൃതം അവരും കർമ്മം തന്നെയാണ് ചെയ്തിരുന്നത്. തസ്മാത് അതിനാൽ ത്വം നീ പൂർവൈഹി പണ്ടുള്ള ആൾക്കാര് പൂർവതരം പണ്ട് കാലത്ത് കൃതം ചെയ്തിരുന്ന കർമ്മങ്ങൾ ഏവ തന്നെ കുരു ചെയ്യൂ. ഇവിടെ എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇവിടെ പശ്ചാത്തലം? അർജുനൻ യുദ്ധഭൂമിയിൽ ചെന്ന് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഗാണ്ഡീവത്തിനെ ത്യജിച്ച് രഥത്തിൽ ഇരിക്കുന്നു. ഇതാണ് പശ്ചാത്തലം. അപ്പോ യഥാർത്ഥത്തിൽ നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നിന്നെ ബന്ധനത്തിലാക്കുന്നില്ല. ആ പ്രവർത്തനങ്ങളുടെ ഫലം അതും നിന്നെ സ്വാധീനിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിനക്ക് മുമ്പുണ്ടായിരുന്ന, അതായത് പണ്ടുകാലം മുതൽ മോക്ഷം ആഗ്രഹിച്ചിരുന്ന എല്ലാവരും തന്നെ കർമ്മം ചെയ്തിരുന്നു. മോക്ഷം ആഗ്രഹിച്ചിരുന്നവർ എല്ലാവരും കർമ്മം ചെയ്തിരുന്നു. അതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. പൊതുവെ നമുക്കെന്താ ധാരണ? ആത്മീയ ജീവിതം എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ആത്മീയ ജീവിതം. അത് ജീവിതത്തിനോടുള്ള ഒരു മടുപ്പ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഫലം കിട്ടാത്തത് കൊണ്ട് ആ തോൽവി കൊണ്ടുണ്ടാകുന്ന മനസമ്മർദ്ദം കൊണ്ടാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം ചിന്തകൾ ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ ചിന്തകൾ ഉണ്ടാവും. അതാണ് പൊതുവെ നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ്.
അതാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. പൂർവൈരപി മുമുക്ഷുഭിഹി കർമ്മകൃതം. നിനക്ക് മുമ്പുണ്ടായിരുന്ന അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മോക്ഷത്തിനെ ആഗ്രഹിച്ച മുമുക്ഷുമാരും കർമ്മം തന്നെയാണ് ചെയ്തിരുന്നത്. അത് മനസ്സിലാക്കും. അതായത് ആത്മീയ ജീവിതത്തിൽ ഈ കർമ്മ ബന്ധനത്തിൽ നിന്ന് വിമുക്തരാകണമെങ്കിൽ കർമ്മം ചെയ്യാതിരുന്നാൽ ഇതിൽ നിന്ന് വിമുക്തരാകാൻ പറ്റില്ല. കർമ്മത്തിലൂടെ തന്നെയാണ് മോക്ഷം നേടേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ കർമ്മം എന്ന് വെച്ചാൽ, കർമ്മം എന്ന് പറയുമ്പോൾ വിവേകാനന്ദ സ്വാമികൾ അതിന് കർമ്മയോഗ പ്രഭാഷണങ്ങളിൽ നല്ലൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എല്ലാം കർമ്മമാണ്, ചിന്തിക്കുന്നതും കർമ്മമാണ്. അതുകൊണ്ട് പുറത്ത് കർമ്മമൊന്നും ചെയ്യാതിരുന്നാലും മനസ്സ് ചിന്തിച്ചാൽ അതും കർമ്മമാണ്. അതുകൊണ്ട് ഏവം ജ്ഞാത്വ, നീ യഥാർത്ഥത്തിൽ കർമ്മം നിന്നെ സ്വാധീനിക്കുന്നില്ല, ബന്ധനത്തിലാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കർമ്മമോ കർമ്മഫലമോ ഒന്നും തന്നെ നിന്നെ ബന്ധനത്തിലാക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണ്ട് മുതൽ മോക്ഷം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തി ചെയ്തതുപോലെ കർമ്മം ചെയ്യൂ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒരു കാര്യമുണ്ട്. മോക്ഷം ആഗ്രഹിക്കുന്നവർ പ്രത്യേക ഒരു കർമ്മം ചെയ്തു, പ്രത്യേക രീതിയിൽ, അതായത് അവരിങ്ങനെ ധ്യാനിച്ചു, അല്ലെങ്കിൽ ആരാധന ചെയ്തു, അല്ലെങ്കിൽ പൂജ ചെയ്തു, യജ്ഞകർമ്മങ്ങൾ ചെയ്തു എന്നൊക്കെയല്ല പറയുന്നത്. അവർ കർമ്മം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കർമ്മം എന്ന് വെച്ചാൽ എന്ത് കർമ്മം എന്ന് ചോദിച്ചാൽ അവരുടെ സ്വധർമ്മം നിർവഹിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പണ്ട് കാലം മുതൽ മോക്ഷം ആഗ്രഹിച്ചിരുന്ന, അതായത് ആത്മീയ ജീവിതത്തിൽ അവരവരുടെ സ്വധർമ്മം നിർവഹിച്ചു. അതിനാൽ നീയും ത്വം പൂർവൈഹി പൂർവതരം കൃതം, നീയും എന്ത് ചെയ്യണം? നിന്റെ സ്വധർമ്മം നിർവഹിക്കണം. അത്രേ ഉള്ളൂ. ഈ സ്വധർമ്മം കൊണ്ട് നിനക്ക് നിന്റെ യഥാർത്ഥ സ്വരൂപം അറിയാൻ സാധിക്കും. അതാണ് വഴി. മുമുക്ഷു, മോക്ഷത്തിനെ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് വേറൊരു വഴിയുണ്ടെന്നല്ല അവിടെ പറയുന്നത്. ആ വ്യക്തിയും കർമ്മം ചെയ്യണം. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താണ്? ഏവം ജ്ഞാത്വ, ഇങ്ങനെ അറിഞ്ഞുകൊണ്ട്. അതാണ് ആ വ്യത്യാസം. ഞാൻ കർമ്മം ചെയ്യുന്നില്ല, ഞാൻ കർമ്മഫലം ആഗ്രഹിക്കുന്നില്ല, കർമ്മഫലമോ കർമ്മമോ എന്നെ സ്വാധീനിക്കുന്നില്ല, എന്നെ ബന്ധനത്തിലാക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യണം. അതാണ് അവിടെ വ്യത്യാസം. അതാണ് വലിയ വ്യത്യാസം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഇതിനു മുമ്പും ആൾക്കാരൊക്കെ ചെയ്തിരുന്നത്. മുമുക്ഷുവൊക്കെ അങ്ങനെയാണ് കർമ്മം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം. പൂർവൈഹി പൂർവതരം കൃതം. കർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഉപേക്ഷിക്കാൻ പാടില്ല? കാരണം കർമ്മം ഉപേക്ഷിച്ചാൽ ആ കർമ്മഫലത്തിന്റെ സ്വാധീനം അതുണ്ടാവും. ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ ആസക്തി ഇല്ല എന്നുള്ള അവസ്ഥ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറിഞ്ഞുകൊണ്ട് എന്ന് പറയുന്നത്. ഏവം ജ്ഞാത്വ, അതായത് നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ, എന്നെ കർമ്മങ്ങൾ സ്പർശിക്കുന്നില്ല, എനിക്ക് കർമ്മഫലങ്ങളോട് ആഗ്രഹവുമില്ല എന്ന് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയാൽ എന്താകുന്നു? അനാശ്രിത, അതായത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അനാസക്തി ഉണ്ടാകുന്നു. കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ, ധ്യാനയോഗം 6-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന പോലെ അനാശ്രിത കർമ്മഫലം, കർമ്മഫലത്തിനെ ആശ്രയിക്കാതെ
അനാസക്തനായി പ്രവർത്തിക്കാൻ പറ്റുന്നു. കാരണം ഈ ബോധം, ഈ തിരിച്ചറിവ് എന്നെ യഥാർത്ഥത്തിൽ കർമ്മം അല്ലെങ്കിൽ കർമ്മഫലം സ്വാധീനിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അപ്പോൾ അതാണ് അനാസക്തി. അതാണ് അനാസക്തി. ആ അനാസക്തരായി നമ്മൾ കർമ്മം നിർവഹിക്കണം. അനാസക്തരായി കർമ്മം നിർവഹിക്കണം. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷുഭിഹി കുരു കർമ്മൈവ തസ്മാത്. തസ്മാത് അതിനാൽ നീ കർമ്മം ചെയ്യും. കർമ്മ ഏവ, കർമ്മം തന്നെ ചെയ്യണം. അപ്പോ ഈ കർമ്മം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആത്മീയ ജീവിതത്തിന് വലിയ ഒരു തടസ്സമാണ്. വലിയ തടസ്സമാണ്. ആൾക്കാർ വിചാരിക്കും ഞാൻ ഒന്നും ചെയ്യാതിരിക്കും, ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറ്റില്ല. അനാസക്തരായി ഇരുന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ധ്യാനിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ പലരും ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും, കർമ്മം ഒന്നും ചെയ്യില്ല എന്ന്. അപ്പൊ അത് കർമ്മത്തിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഈ കർമ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റോ എന്നുള്ള ചോദ്യം. അപ്പോൾ കർമ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ റോഡിൽ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴോ ട്രെയിനിൽ പോകുമ്പോഴോ ഒരാവശ്യമില്ലാതെ ഒരാൾ നമ്മളെ വെറുതെ എന്തോ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ വെറുതെ നമ്മുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരും. ഒരു ആവശ്യം ഉണ്ടാവില്ല. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അറിയില്ല, നമ്മുടെ കർമ്മഫലം. പക്ഷെ ഈ കർമ്മഫലം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അതാണ് 16-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. കിം കർമ്മ കിം അകർമ്മേതി കവയോപി അത്ര മോഹിതാഹ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. കിം എന്താണ് കർമ്മ, എന്താണ് ശരിക്കുമുള്ള കർമ്മം, ചെയ്യേണ്ട കർമ്മം, എന്താണ് നമ്മളെല്ലാവരും ചെയ്യേണ്ട കർമ്മം, കർത്തവ്യം എന്നും പറയാം. കിം അകർമ്മ, എന്താണ് അകർമ്മം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്താണ്? ഇതി എന്ന് ഇങ്ങനെ അത്ര ഈ കാര്യത്തിൽ കവയഹ, കവയഹ എന്ന് വെച്ചാൽ ഋഷിമാർ അല്ലെങ്കിൽ മുനി, അപ്പി അവരും തന്നെ മോഹിതാഹ, അവർ കുഴപ്പത്തിലാണ്. അതായത് എന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ കർമ്മം, എന്താണ് കർമ്മമല്ലാത്ത അവസ്ഥ എന്നതിനെ കുറിച്ച് ഋഷിമാരും, അതായത് പരമതത്വത്തിനെ അറിഞ്ഞ വ്യക്തികളും ജ്ഞാനം കിട്ടിയ വ്യക്തികളും ഭഗവത് ദർശനം ഉണ്ടായ വ്യക്തി ബ്രഹ്മജ്ഞാനികളും ഇവിടെ കുഴപ്പത്തിലാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അത് ആർക്കും അറിയാൻ പറ്റില്ല എന്നാണ് അർത്ഥം. എന്താണ് കർമ്മം, എന്താണ് കർമ്മമില്ലാത്ത അവസ്ഥ എന്ന് ആർക്കും അറിയാൻ പറ്റില്ല. അതിനാൽ യത് ജ്ഞാത്വാ അശുഭാത് മോക്ഷ്യസേ, യത് എന്ത്, ജ്ഞാത്വാ അറിഞ്ഞാൽ, അശുഭാത് തിന്മയിൽ നിന്ന്, ഇവിടെ അശുഭം എന്ന് പറയുമ്പോൾ തിന്മയിൽ നിന്ന് മോക്ഷ്യസേ നീ മുക്തനാകുമോ, തത് അത്, തേ നിനക്ക്, കർമ്മ ആ കർമ്മം പ്രവക്ഷ്യാമി ഞാൻ പറയാം. അതായത് ഏത് കർമ്മം ചെയ്താലാണോ നീ തിന്മയിൽ നിന്ന് മുക്തനാവുന്നത്, ആ കർമ്മത്തിനെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അപ്പൊ യഥാർത്ഥത്തിൽ ഇതറിഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഏത് കർമ്മം ചെയ്താലാണോ തിന്മയിൽ നിന്ന് മുക്തരാവുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളൊക്കെ എല്ലാം നന്മയിലല്ല തിന്മയിലാണെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ തിന്മ എന്ന് വെച്ചാൽ എന്താണ്? യഥാർത്ഥത്തിൽ തിന്മ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ജനിക്കുന്ന, വീണ്ടും വീണ്ടും മരിക്കുന്ന ഈ ചാക്രീക അവസ്ഥ,
അതാണ് തിന്മ. സൈക്കിൾ എന്ന് വെച്ചാൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്ന സൈക്കിൾ. മരിക്കുന്നു, പുനരപി മരണം, പുനരപി ജനനം, പുനരപി ജനനി ജഠരേ ശയനം. ജനിക്കുന്നു, മരിക്കുന്നു. ജാതസ്യ ഹി ധ്രുവം മൃത്യുഹു. ജനിച്ചതിൻ്റെ മരണം ഉറപ്പാണ്. സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ മരണം, നാശം ഉറപ്പാണ്. ധ്രുവം മൃതസ്യ ജന്മജ. മാത്രമല്ല മരിച്ചതിൻ്റെ ജനനവും ഉറപ്പാണ്. അതെപ്പോഴാണ്? ഈ ചാക്രീക അവസ്ഥയിൽ കുടുങ്ങിയിരിക്കുമ്പോൾ. അജ്ഞാനം കൊണ്ട് വീണ്ടും വീണ്ടും ജനിക്കും, വീണ്ടും വീണ്ടും മരിക്കും. ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. അപ്പൊ അതാണ് തിന്മ, വേറെ ഒന്നല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നിന്ന് മോക്ഷം, മുക്തരാകാൻ എന്താ വഴി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഏത് കർമ്മം ചെയ്താലാണോ ഈ ചാക്രീക അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ എത്തരം കർമ്മം ചെയ്താലാണോ ഈ ചാക്രീക അവസ്ഥയിൽ നിന്ന് മുക്തരാകാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അപ്പൊ ആദ്യം നമ്മൾ ഈ അവസ്ഥയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് അറിയുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അറിയുന്നുണ്ടോ? ബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊക്കെ നല്ല ഒരു സുഖത്തിലല്ല ജീവിക്കുന്നു. ബന്ധനത്തിൽ കുടുങ്ങി വിഷമം ഉള്ള വ്യക്തിക്കും ആരോഗ്യപരമായും അല്ലാതെയും വിഷമം, പ്രശ്നങ്ങൾ, ദുഃഖം, കഷ്ടമുള്ള വ്യക്തിക്കും ഞാൻ മരണം, ജന്മം, ജന്മം, മരണം, ജനനം, മരണം എന്നുള്ള ഈ ചക്രത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ആർക്കെങ്കിലും എപ്പോഴും തോന്നുന്നുണ്ടോ? ഇതാണ് ചോദ്യം. തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഓരോ മുഹൂർത്തവും അയ്യോ ഞാനിങ്ങനെ ബന്ധനത്തിലാണല്ലോ എന്ന് തോന്നുന്നുണ്ടോ? എവിടെ? അത് തോന്നില്ല. ഈ അജ്ഞാന തലത്തിലുള്ള അനുഭവങ്ങൾ, സാധാരണ അനുഭവങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഈ പായസം കുറച്ച് നന്നായാൽ കൂടുതൽ ആസ്വദിക്കും. അതാണ്. അപ്പോൾ ഓണം വരുന്നില്ലേ, സദ്യ, പായസം, ഇതൊക്കെ ഒന്ന് നന്നായി ഭംഗിയായി വന്നാൽ ആസ്വദിക്കും. ചില ആൾക്കാർക്ക് ചായ തന്നെ മതി, നല്ലോണം ആസ്വദിക്കും. അപ്പൊ പിന്നെ എവിടെയാണ് ഈ ബോധമുള്ളത്? അതാണ് ഇവിടെ അശുഭാത് എന്ന് പറയുമ്പോൾ തിന്മയിൽ നിന്ന് എന്നാണ് എൻ്റെ അർത്ഥം. അക്ഷരാർത്ഥം അതാണ്. പക്ഷെ അശുഭമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് ഈ ദീപാവലി എന്ന് പറയില്ലേ, അത് വരുമ്പോൾ ഈ വടക്കേന്ത്യയിലുള്ള കച്ചവടം ചെയ്യുന്ന, പാരമ്പര്യമായി കച്ചവടം ചെയ്യുന്ന കുടുംബങ്ങളിലൊക്കെ അന്ന് അവർ ലക്ഷ്മി പൂജ ചെയ്യും. അപ്പൊ അവര് ഈ ലക്ഷ്മി പൂജ ചെയ്ത് ഒരു സ്വസ്തിക ഇങ്ങനെ വരച്ച്, ഒരു വർഷം ശുഭ, വേറൊരു വർഷം ലാഭ എന്ന് എഴുതും. അതാണ്. അപ്പൊ ശുഭം എന്ന് പറഞ്ഞാൽ നമുക്ക് അതാ അർത്ഥം. അത് അവര് എഴുതുന്നു, നമ്മൾ എഴുതാതെ ശുഭം എന്ന്, അല്ലേ? പണ്ട് കാലത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തൊക്കെ സിനിമ അവസാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് തമിഴ് സിനിമ ഒക്കെ ശുഭം എന്ന് എഴുതും. അപ്പൊ അത് തീർന്നു എന്നാണ് അർത്ഥം. അപ്പൊ ശുഭം, നമ്മുടെ ശുഭം എന്ന് വെച്ചാൽ എല്ലാം ഭംഗിയായി നടന്നു, നന്നായി, ഭംഗിയായി, അതല്ല ഇവിടെ പറയുന്നത്. അപ്പൊ അശുഭം എന്ന് വെച്ചാൽ ഭംഗിയായില്ല എന്നാണ്. അതല്ലാതെ അജ്ഞാനം എന്നൊന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് അജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അശുഭം, അത് അശുഭമാണ്.
ശുഭം എന്താണ്? മോക്ഷമാണ് ശുഭം. യഥാർത്ഥത്തിൽ നമ്മൾ ശുഭം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. ധനം ഉണ്ടാക്കുന്നതാണോ ശുഭം? അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പുതിയ ഈ ഗൃഹപ്രവേശം എന്നൊക്കെ പറയില്ലേ? ഇപ്പൊ ആരാ ഗൃഹപ്രവേശം എന്ന് പറയുന്നില്ലേ? എല്ലാരും ഹൗസ് വാർമിംഗ് എന്നാ പറയുന്നത്. നല്ല വാക്കൊക്കെ എല്ലാരും മറന്നുപോയി. ഗൃഹപ്രവേശം എന്നൊക്കെ ആരും പറയുന്നില്ലല്ലോ, ഹൗസ് വാർമിംഗ്. ഇത് നമ്മുടെ രാജ്യത്തിന് ഇതിനൊരു പ്രസക്തിയില്ല. അതൊന്നും അറിയില്ല പശ്ചാത്തലം എന്താന്ന്. ഹൗസ് വാർമിംഗ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് രാജ്യങ്ങളിലൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ വീടിനെ ശരിക്കും അന്നത്തെ കാലത്ത് ഹീറ്റിംഗ്, ഇപ്പോൾ എല്ലാം ഹീറ്റർ ഉണ്ട്, സെൻട്രൽ ഹീറ്റിംഗ്. അന്ന് ഈ ഫയർ പ്ലേസ് ഉണ്ടാവും, അതിൽ ഈ വിറകൊക്കെ വെച്ചിട്ട് അവർ അത് കത്തിച്ച് വീടിനെ നല്ലോണം ഒരു ചൂട് നല്ലോണം അവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടാക്കുമ്പോൾ അതാണ് ഹൗസ് വാർമിംഗ്. അപ്പൊ അതിനകത്ത് കയറി ഇരിക്കാൻ പറ്റും. ഇറ്റ് ഹാസ് ബിക്കം ഇൻഹാബിറ്റബിൾ. അതായത് അതിൽ ഒരാൾക്ക് താമസിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അതാണ് ഹൗസ് വാർമിംഗ്. ഇവിടെ ആൾറെഡി വാമല്ലേ, പിന്നെ എന്ത് വാർമിംഗ്? കോഴിക്കോടില് ഒരിക്കലും ഇത്ര ചൂടുണ്ടായിരുന്നില്ല, ഇക്കൊല്ലം വലിയ മഴയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്ര ചൂടാണ്. അപ്പൊ ഇതിൽ വേറെ എന്ത് വാർമിംഗ്? അപ്പൊ അവിടെ നിന്നാണ് ഈ വാം വെൽക്കം എന്നൊക്കെ വരുന്നത്. വാം വെൽക്കം എന്ന് വെച്ചാൽ പുറത്തങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോ അവരകത്ത് ഇന്നൊക്കെ ഉണ്ടാവും, അവരതിൽ വിളിച്ച് ഉടൻ തന്നെ ഈ തീൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് ഒരു ചൂടായ എന്തെങ്കിലും സൂപ്പൊക്കെ കൊടുക്കുമ്പോൾ അത് വാം വെൽക്കം. ഇവിടെ നമുക്ക് വാം വെൽക്കം അല്ല, നമുക്ക് കോൾഡ് വെൽക്കം ആണ് വേണ്ടത്. അത് പറഞ്ഞാൽ പക്ഷെ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം മാറും. കോൾഡ് എന്ന് വെച്ചാൽ അത് നമ്മൾ മലയാളത്തിലും ഔഷ്മലം എന്നൊക്കെ അതിന്റെ അല്ലെ വിവർത്തനം നടത്തി. ഇപ്പൊ കോൾഡ് വെൽക്കം എന്ന് വെച്ചാൽ തീരെ ഒരു ഭാവമില്ലാത്ത, അത് സ്വീകരണമല്ല, അതുപോലത്തെ. അപ്പൊ അതാണ് ഇവിടെ അപ്പൊ ഹൗസ് വാമിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗൃഹപ്രവേശം ചെയ്യുമ്പോൾ അവിടെ ശുഭം എന്ന് എഴുതും. അപ്പൊ എന്ത് ശുഭം? അജ്ഞാനത്തിൽ കുടുങ്ങി, എൻ്റെ വീട് എന്നുള്ള അജ്ഞാനം, അതിൽ വേറെ ഒരു അജ്ഞാനത്തിന്റെ ഒരു തലം കൂടി. എൻ്റെ ശരീരം എന്നായിരുന്നു, അത് മാറി. എൻ്റെ ഉടുപ്പ് എന്നായി, അത് മാറി. എൻ്റെ വാച്ച് എന്നായി, എൻ്റെ കണ്ണട, എൻ്റെ വീട്. കണ്ടില്ല എൻ്റെ വീട് എത്ര നല്ല ഭംഗിയാണെന്ന്. വൃത്തികേടായിരിക്കും, പക്ഷെ അവർക്ക് തോന്നുന്നത് ഭയങ്കര ഭംഗിയാണ്. എന്തുകൊണ്ട്? എൻ്റെ വീട്. ആ എൻ്റെ എന്നുള്ളതാണ് ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. സ്റ്റീവ് ജോബ്സ് ഇത് മനസ്സിലാക്കി, ആളെ അതിന് നന്നാക്കി. ഐഫോൺ എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കില്ലേ, അതിനേക്കാളും നല്ല ഫോൺ ഉണ്ടാവും, അതിനേക്കാളും വില കൂടുതലായ ഫോൺ ഉണ്ടാവും, പക്ഷെ അതിൽ ഐഫോൺ, ഐഫോൺ ആണോ? അതിനൊരു എന്ത്, അതിൽ ഐ ഉള്ളത് കൊണ്ട് പ്രത്യേകത വേറൊന്നുമില്ല. ഐഫോൺ ഉള്ളത് കൊണ്ട് അത് ഒരു പ്രത്യേകത. ഐഫോൺ എല്ലാവർക്കും ഐഫോൺ വേണം, അല്ലാതെ ആ ആപ്പിൾ പകുതി കടിച്ചു വെച്ചത് കൊണ്ടൊന്നുമല്ല. മനസ്സിലായില്ലേ? ഐഫോൺ ഇതാണ്. അപ്പൊ ഇവിടെ ശുഭം എന്ന് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് ജീവിതത്തിൽ അജ്ഞാന തലങ്ങൾ കൂടി വരുന്നതാണ് നമ്മൾ ശുഭം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഭഗവാൻ പറയുന്ന അത് ശുഭമല്ല, അത് അശുഭമാണ്. നീ തന്നെ ശരീരം എന്ന് വിചാരിക്കുന്നു, മനസ്സെന്ന് വിചാരിക്കുന്നു, ബുദ്ധി, പ്രാണൻ, ആനന്ദമയ കോശം എന്നൊക്കെ വിചാരിക്കുന്നു. അതിലുപരി ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു അധ്യാപികയാണ്. ശരിക്കും ഈ അധ്യാപികയാണെന്നുള്ളത് നമ്മൾ പറയാൻ പാടില്ല, മക്കൾ പറയണം. അവര് പറയുന്നില്ല, കാരണം അവർക്കറിയാം ഇതിന്റെ കൊണ്ടൊന്നും ഗുണമൊന്നുമില്ല. അപ്പൊ ഞാനൊരു അധ്യാപികയാണ്, ഞാനൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്, അങ്ങനെ ഞാൻ ഇതാണ് അതാണ്, എനിക്കൊരു വീടുണ്ട്, എനിക്ക് വണ്ടിയുണ്ട്, എനിക്ക് മക്കളുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് ഈ അജ്ഞാനത്തിന്റെ തലങ്ങൾ അല്ലെങ്കിൽ ഈ ആവരണങ്ങൾ അത് നമ്മൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ശുഭം എന്ന് പറയുന്നത്. എല്ലാം ശുഭമാകട്ടെ, എന്ത് അജ്ഞാന തലങ്ങളൊന്നും വർദ്ധിപ്പിക്കട്ടെ എന്ന്. അപ്പൊ ഭഗവാൻ പറയുന്ന പോലെ, ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ പറയുന്ന പോലെ ഉള്ളി പോലെ ആവുന്നത്. തുറന്ന് നോക്കി അവസാനം അതിൽ ഒന്നും ഉണ്ടാവില്ല, കണ്ണുനീര് മാത്രം ബാക്കി ഉണ്ടാവും, അല്ലേ? ഉള്ളി അങ്ങനെയല്ലേ? ഈ തുറന്ന് നോക്കി അകത്ത് എന്താ ഉള്ളത്? ഒരു ചുക്കുമില്ല.
പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്താവും, കണ്ണ് ഭയങ്കര കണ്ണുനീരൊക്കെയാണ്. അത് എത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഉള്ളി ലോകം പോലെയാണ്, അനിത്യം, അല്ല ഒന്നുമില്ല, പക്ഷെ അസുഖം, കണ്ണുനീര് മാത്രം കിട്ടുന്നു അല്ലേ. ലോകം, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ഭഗവത്ഗീതയിൽ, അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് നീ ഇപ്പോ വന്നല്ലോ ഈ ലോകത്തിൽ, അപ്പൊ എന്നെ പ്രാർത്ഥിക്കുക, എന്നെ ഭജിക്കുന്നു. അപ്പൊ ഇവിടെ അശുഭം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, ശരിക്കുമുള്ള പാപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? എല്ലാം ഒന്നും തന്നെയാണ്. അജ്ഞാനത്തിൽ കുടുങ്ങിയിരിക്കുന്നതാണ് അശുഭം. ആ അജ്ഞാനത്തിൽ നിന്ന് ഞാൻ നിന്നെ വിമുക്തനാക്കും. ആ അജ്ഞാനത്തിൽ നിന്ന് ഞാൻ നിന്നെ പുറത്താക്കും. അതിനെന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞു തരാം. പ്രവക്ഷ്യാമി, അത് ഞാൻ പറഞ്ഞു തരാം. എന്താണ്, ഏത് കർമ്മമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കും ഏത് കർമ്മമല്ല, എങ്ങനെയുള്ള കർമ്മമാണ്. അനാസക്തനായിരിക്കുന്ന കർമ്മമാണ്. കർമ്മം ചെയ്യുന്നതല്ല അവിടെ പ്രശ്നം, അതിൽ ആസക്തരാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. കർമ്മം എന്തുമാകാം. മഹാഭാരതത്തിൽ വരുന്ന വ്യാധഗീതയുടെ കഥ, അത് വിവേകാനന്ദ സ്വാമികള് കർമ്മയോഗം എന്ന പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്. ഈച്ച് ഇസ് ഗ്രേറ്റ് ഇൻ ഹിസ് ഓൺ പ്ലേസ് എന്നുള്ള തലക്കെട്ടുള്ള ആ പ്രഭാഷണത്തിൽ സ്വാമിജി ഈ കഥ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു വ്യാധന്റെ അടുത്തൊരു, നമുക്കറിയാലോ, ഒരു സ്ത്രീ, ഒരു സന്യാസി മരത്തിന്റെ ചുവട്ടിലിരുന്ന് തപസ് ചെയ്യുന്നു. തപസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സന്യാസി പെട്ടെന്ന് എന്തോ തൂവല സന്യാസിന്റെ തലയിൽ വീഴുമ്പോൾ സന്യാസി ഇങ്ങനെ മുകളിൽ, അതായത് അപ്പൊ അത് ധ്യാനം നഷ്ടപ്പെട്ടു. അപ്പോൾ ധ്യാനം ഇങ്ങനെ ഉപദ്രവമായപ്പോൾ സന്യാസി ഇങ്ങനെ മുകളിൽ നോക്കുമ്പോൾ അവിടെ ഒരു കൊക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കൊക്ക് എന്തോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു തൂവൽ വീണതാണ്. അപ്പൊ തൂവൽ വീണപ്പോൾ തന്നെ സന്യാസി പറഞ്ഞു, എന്ന് നോക്കിയപ്പോൾ തന്നെ അത് ഭസ്മമായി. അപ്പൊ സന്യാസിന് അത്യാവശ്യം ഒരു അഹങ്കാരമൊക്കെ വന്നു. നമ്മളിങ്ങനെ ആനെ കണ്ട ദേശത്തിൽ ഭസ്മമൊക്കെ ആക്കാൻ പറ്റും. ശരി, ഓക്കെ. അപ്പൊ സന്യാസി ഇങ്ങനെ എഴുന്നേറ്റ് ഇപ്പൊ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വീട്ടിലെത്തിയപ്പോൾ അകത്തുനിന്ന് ആ വീട്ടമ്മ പറയുന്നു, കുറച്ച് കാത്തു നിൽക്കണേ എന്ന്. അപ്പോ എന്താണ്, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും, അതായത് അമ്മയമ്മേനെയും അമ്മയച്ഛനെയും ശുശ്രൂഷ, അവരിന് സേവനം ചെയ്തിട്ട് പിന്നെ ഞാൻ വന്ന് നിങ്ങൾക്ക് തരാം ഭിക്ഷ എന്ന്. അപ്പൊ ഈ സന്യാസി കുറച്ചു നേരം കാത്തു നിൽക്കുന്നു. പിന്നെ സന്യാസിന് ദേഷ്യം വന്നു. സന്യാസി വിചാരിക്കുന്നു, ഇവർക്ക് അറിയാത്ത കൊണ്ടാ ഞാൻ ആരാന്ന്. ഞാനിങ്ങനെ കൊക്കിനെ കണ്ടപ്പോ ഒക്കെ കൊക്ക് ഭസ്മമായിന്ന്. അപ്പൊ അകത്തുനിന്ന് ആ വീട്ടമ്മ പറയുന്നു, എന്നെ കൊക്കെന്ന് വിചാരിച്ചോന്ന്, കൊക്കെന്ന് വിചാരിച്ചോ എന്നെന്ന്. തമിഴിൽ ഈ കഥേന്റെ വേറെ ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ഈ രാമായണം ഇതൊക്കെ ഓരോ പ്രാദേശിക ഭാഷകളിലുള്ള പോലെ തന്നെ മഹാഭാരതത്തിന്റെ ഈ കഥ തമിഴിലുണ്ട്. അപ്പൊ കൊക്കൻ്റെ നിന്നയിത്തായ കൊങ്കണവ എന്ന് ചോദിക്കും. നിന്നെ കൊക്കെന്ന് വിചാരിച്ചോ. കൊങ്കണവ എന്ന് വെച്ചാൽ ഒരു സന്യാസി. അപ്പോ കൊക്കെന്ന് വിചാരിച്ചോന്നു. അപ്പൊ ഇയാളാകെ പേടിച്ചു പോയി. ഇതെങ്ങനെ, ഞാൻ മനസ്സിൽ ചിന്തിച്ചത് എങ്ങനെ ആ അമ്മ മനസ്സിലാക്കി. അപ്പൊ അമ്മ വന്നപ്പോ അവരവരുടെ പണിയൊക്കെ തീർത്ത് വന്നപ്പോ ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ചോദിക്കും, ഈ സന്യാസി എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരനാണ്. അപ്പൊ ചോദിക്കും, എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി? അതൊന്നല്ല, എനിക്ക് ജ്ഞാനം കിട്ടിയിരിക്കുന്നു. ഞാനിങ്ങനെ സ്വധർമ്മം നിർവഹിച്ച് ആ കർമ്മങ്ങൾ നിർവഹിച്ച് എനിക്ക് ജ്ഞാനം കിട്ടിയിരിക്കുന്നു. അപ്പൊ ആരാ നിങ്ങളുടെ ഗുരു എന്ന് ചോദിക്കും. ഞാൻ കൊണ്ടുപോകാൻ കാണിക്കാം. അപ്പൊ ഗുരുവിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഈ അങ്ങാടി എന്നൊക്കെ പറയില്ലേ, ബസാർ, അതില് ഒരു ഈ കശാപ്പ് കടക്കാരനാണ് ഗുരു. അതായത് ഈ ബുച്ചർ, ഇറച്ചി വെക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർ പോകുമ്പോൾ നല്ലോണം ഇറച്ചിയും നല്ലോണം കബാബിന് പീസൊക്കെ, കബാബ് എന്നൊക്കെ ഞാൻ ചേർത്തതാകട്ടെ,
ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ പീസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ സന്യാസിയും ആ വീട്ടമ്മയും അവിടെ എത്തുന്നു. അപ്പൊ പോയി നോക്കുന്നു, എന്താ ഇത് ഇങ്ങനെ. അപ്പൊ ഇയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇദ്ദേഹം ആ വ്യാധന്റെ അടുത്ത് ചോദിക്കുന്നു, എന്താണ്. അന്നത്തെ കാലത്ത് ആരാണോ വേട്ടയാടുന്നത് അവര് തന്നെ ആ വേട്ടയാടി ആ ഇറച്ചി തന്നെ വെക്കും. അതുകൊണ്ടാണ് ആ വ്യാധൻ അവിടെ വരുന്നത്. വ്യാധൻ എന്ന് പറഞ്ഞാൽ ശരിക്കും വേട്ടക്കാരൻ എന്നാണ് അർത്ഥം. അപ്പോ പോയി ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ മൃഗങ്ങളെ കൊന്ന് അതിന്റെ ഇറച്ചി വെക്കുന്നല്ലോ, അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം ആ ഉപദേശം കൊടുക്കുന്നു. അത് മഹാഭാരതത്തിൽ 18 ഗീതയുണ്ട്. അതിൽ ഒരു ഗീതയാണ് ഭഗവത്ഗീത. അപ്പൊ അങ്ങനെ വ്യാധഗീത എന്നുണ്ട്. വായിക്കാൻ നല്ല രസമുള്ള ഗ്രന്ഥമാണ്. അപ്പൊ അവിടെ എന്താണ്, കർമ്മം എന്താണ് എന്നുള്ളതല്ല പ്രധാനം. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഒരുപാട് തവണ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ഈ സംസ്കൃതത്തിൽ വരാങ്കണ അല്ലെങ്കിൽ വേശ്യ എന്നൊക്കെ പറയുന്ന അവര് ഛാന്തോഗ്യ ഉപനിഷത്തിൽ വരുന്നുണ്ടല്ലോ. അവരുടെ മകൻ ഋഷിയായി, ജാബാല സത്യകാമ, ഇപ്പൊ ഋഷിയായി. അപ്പോ നമ്മളെ അങ്ങനെ പൊതുവെ നമ്മള് വളരെ മോശം എന്ന് വിചാരിക്കുന്ന കർമ്മങ്ങൾ, വളരെ നമ്മൾ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ പുച്ഛിക്കുന്ന കർമ്മങ്ങൾ, അതും നമ്മൾ പുച്ഛിക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. അതൊക്കെ നമ്മുടെ ഒരു ധാരണകൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ അശുഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വ്യാധൻ അല്ല അശുഭം. ശരിക്കും ആ സന്യാസിയാണ് അവിടെ പ്രശ്നം. സന്യാസിക്ക് മോക്ഷം കിട്ടിയിട്ടില്ല. സാധനമൊക്കെ ചെയ്ത് കൊക്കനൊക്കെ ഭസ്മീകരിക്കാനൊക്കെ കഴിവുണ്ടായിരുന്നെങ്കിലും സന്യാസിക്ക് അവിടെ മോക്ഷം പ്രാപിച്ചിട്ടില്ലല്ലോ. അപ്പോ അതാണ് അശുഭം. ഈ ബന്ധനത്തിലിരിക്കുന്നതാണ് അശുഭം. അപ്പൊ അത് എങ്ങനെ അവിടുന്ന് പുറത്തു വരും എന്നാണ്. എന്താണ് കർമ്മം, എന്ത് കർമ്മം അല്ല എന്ന് പറയാൻ പറ്റില്ല. വേറൊരു രീതിയിൽ നോക്കിയാൽ എന്താണ് വ്യാകരണം, എന്ത് വ്യാകരണം അല്ല എന്ന് അറിയില്ല എന്നുള്ളത് നമ്മുടെ കേരള സംസ്കാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു ഇതില്ലേ, പൂന്താനം എഴുതി കൊണ്ടുപോയി കൊടുത്തു, ഭട്ടതിരിക്ക് കൊടുത്തപ്പോ ഭട്ടതിരി ആദ്യം പുച്ഛിച്ച്, ഇത് മലയാളത്തിലായിരിക്കും അല്ലേ, മലയാളം, അത് വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നും മലയാളത്തിലൊന്നും രചിക്കില്ല, സംസ്കൃതത്തിലേ രചിക്കുള്ളൂ. അപ്പൊ മലയാളത്തിലായിരിക്കില്ല, അതവിടെ ഒന്ന് വെച്ചോളൂ, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ മൊത്തം തെറ്റാണ് എന്ന് പറഞ്ഞ് അത് പൂന്താനത്തിന് തിരിച്ചു കൊടുക്കും. അപ്പൊ പൂന്താനം കരച്ചിൽ. എന്താണ്, ഭഗവാനെ ഞാൻ നിവേദിക്കണം എന്ന് പറഞ്ഞ എന്നെ കൊണ്ട് അറിഞ്ഞ എന്തോ എന്ന് ഞാൻ എഴുതി, അപ്പോ അത് മൊത്തം ഇങ്ങനെ തെറ്റാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഈ ഭട്ടതിരി ദിവസം രാവിലെ ഗുരുവായൂരപ്പനെ പോയി കണ്ടിട്ട് സംസാരിച്ചിട്ട്, എനിക്ക് തോന്നുന്നു അവര് ചായ ഒക്കെ കുടിക്കുമായിരുന്നു, അറിയില്ല. ഏതായാലും ചായ എന്തോ കുടിക്കായിരിക്കും രാവിലെ, ബെട്ടി അത് കുടിച്ചിട്ട് എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ, എന്നിട്ടാണ് നട തുറക്കുന്നത്. അങ്ങനെയായിരുന്നു. അപ്പൊ രാവിലെ അങ്ങനെ കാണാൻ പോകുമ്പോ ഭഗവാൻ പറയുന്നു, എന്താ നീ എന്തോ നാരായണി എന്തോ എഴുതിയില്ലേ, അതെന്താ, അത് കാണിക്ക്. അപ്പൊ നാരായണി എഴുതിയപ്പോ എല്ലാ വരിയിലും തെറ്റാ, എല്ലാം വ്യാകരണം, ആ സൂത്രം അനുസരിച്ച് ഇത് തെറ്റ്, ഈ സൂത്രം അനുസരിച്ച് ഇത് തെറ്റ്. അപ്പൊ ഭട്ടതിരി അമ്പലത്തിൽ പോകുന്നു, അപ്പൊ ഞാൻ എഴുതിയ നാരായണീയം മൊത്തം തെറ്റാണെന്ന്. അപ്പൊ അത് തന്നെ പറഞ്ഞു, നിന്റെ വിഭക്തിനെക്കാളും എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് കൂടുതലും താല്പര്യമുള്ളത്. അപ്പൊ എവിടെ വേണമെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാന്നാണ്. ഇവിടുന്ന് എന്ത് മനസ്സിലാക്കുന്നു, തെറ്റ് കണ്ടുപിടിക്കാൻ അതിൽ തന്നെ ചില ആൾക്കാർ വിദഗ്ധന്മാരുണ്ട്. ഞാൻ കുറെ വർഷമായിട്ട് മഠത്തിൽ ചേരുന്ന മുമ്പ് തൊട്ട് എഡിറ്റിംഗ് ചെയ്യുന്നു. അപ്പൊ ഈ തെറ്റ് കണ്ടുപിടിച്ച് തന്നെ പേര് കിട്ടിയ ആളാണ്. തെറ്റ് എന്ത് ഒരു അക്ഷര തെറ്റുണ്ടായിരുന്ന ആദ്യം അത് തന്നെ കണ്ണിൽ വീഴും. അപ്പോ തെറ്റ് കണ്ടുപിടിക്കാം, ആർക്കും കണ്ടുപിടിക്കാം. പക്ഷെ തെറ്റില്ലാത്ത ഒന്നുമില്ല ഈ ലോകത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകം തന്നെ തെറ്റാണ്, അതാണ് അവിടുത്തെ പ്രശ്നം.
ലോകത്തിൽ തെറ്റില്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അബ്സല്യൂട്ട്ലി. ഇത് ആര് പറയുന്നു? ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു ഈ ലോകത്തിൽ ഒന്നും തന്നെ ശുദ്ധം എന്നില്ല. കലർന്നുണ്ടോ എന്തെങ്കിലും? ആഭരണം ഉണ്ടാക്കണമെങ്കിലും കുറച്ച് പറയില്ലേ 22 ക്യാരറ്റ് ഗോൾഡ് വെച്ചിട്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 24 ക്യാരറ്റിൽ പറ്റില്ല. അത് പിന്നെ ആ ഗോൾഡ് ബിസ്ക്കറ്റ് ആക്കണം. വീട്ടിൽ വെച്ച അപകടമാണ് കേട്ടോ ഗോൾഡ് ബിസ്ക്കറ്റ്. അപ്പോൾ ഏതായാലും ആ ഗോൾഡ് ബിസ്ക്കറ്റ് ആക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ലോകത്തിലെ എല്ലാം ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു അവതാര പുരുഷന്മാരിലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുണ്ട്. അത് ഭഗവാനിലും അങ്ങനെ ഉണ്ടല്ലോ. മാതൃദേവി ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്നു ഇത്രയും ദൂരം, എന്നിട്ട് ഭഗവാൻ എന്ത് പറയുന്നു? ഒരു ഗ്ലാസ് വെള്ളം പോലും ചോദിച്ചില്ല. അതെന്ത് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അത്ഭുതം. അപ്പൊ പറഞ്ഞു ഇന്ന് ശരിയല്ല, നല്ല ദിവസമല്ല, അതുകൊണ്ട് തിരിഞ്ഞു പോകുന്നു. അപ്പൊ മാതൃദേവി തിരിഞ്ഞു പോകുന്നു. അപ്പൊ ഈ ലോകത്തിൽ തെറ്റ് ശരി എന്നൊക്കെ നമ്മൾ വിലയിരുത്താൻ പോയാൽ ഒന്നും ശരിയല്ല, ഒന്നും തെറ്റല്ല. ഒരു തെറ്റേ ഉള്ളൂ. എന്താണ്? പരമതത്വത്തിനെ നാനാ രൂപങ്ങളായിട്ടും നാമങ്ങളായിട്ടും നമ്മൾ കാണുന്നു. അതാണ് തെറ്റ്. സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സന്തതിനെ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നതായിട്ടും വീണ്ടും വീണ്ടും നശിക്കുന്നതായിട്ട് കാണുന്നു. അതാണ് തെറ്റ്. അത് തെറ്റ് മാത്രമല്ല, അത് തിന്മയാണെന്നാണ് പറയുന്നത്. അശുഭ എന്ന് പറഞ്ഞാൽ ഇവിടെ തിന്മ, ഈവിൽ ആണത്. അത് വളരെ മോശമാണ്. എന്തുകൊണ്ട്? ഈ ദുഃഖത്തിന്റെ കാരണം, മൂല കാരണം അത് തന്നെയാണ്. അപ്പോ ആദ്യത്തെ വരിയിൽ എന്ത് പറയുന്നു? ഇവിടെ എന്താണ് കർമ്മം, എന്ത് കർമ്മമല്ല എന്നുള്ളതിനെ കുറിച്ച് തല പുകച്ച് കാര്യമില്ല. കാരണം അത്ര കവയോഹ അപി മോഹിതാഹ. ഇവിടെ ഈ ബ്രഹ്മജ്ഞാനമൊക്കെ കിട്ടിയ മാത്രമല്ല, അതിനേക്കാളും മുകളിൽ ഉള്ള ആൾക്കാർക്കും ഇവിടെ അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ല, കുഴപ്പത്തിലാണ് ഇവര്. ഇത് ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ അവസാനം പറയുന്നില്ലേ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ആകും, അങ്ങനെ ചെയ്താൽ എങ്ങനെ ആകും, അതുകൊണ്ട് ഞാൻ ഒന്നും യുദ്ധം ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അതാണ് ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് ആർക്കും അറിയില്ല. ഒരാളിനെ കൊല്ലുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞാൽ നിയമം എന്ത് പറയുന്നു? അല്ല, ഏത് സാഹചര്യത്തിലാണോ കൊന്നത്. ഈ നിയമം അതിനെ തെറ്റെന്ന് പറഞ്ഞാലും മറ്റുള്ള ആൾക്കാർ ചിലപ്പം അത് ശരിയെന്ന് പറയും. അപ്പൊ ഈ ഒരു ചെറിയ ഒരു കൊല്ലുന്നത് പറഞ്ഞാൽ സാധാരണ കാര്യമല്ലല്ലോ, അതിൽ പോലും ഇത്രയ്ക്കും വ്യത്യാസമുണ്ട്. ഇപ്പൊ പരീക്ഷയിൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് പറയും? ഇപ്പൊ സ്ഥിരം കേൾക്കുന്ന ഡയലോഗാണ്. എന്ത് പറയും? അല്ല, 3 മണിക്കൂർ പരീക്ഷ കൊണ്ട് ഒരു വ്യക്തിയുടെ ജ്ഞാനത്തിനെ വിലയിരുത്താൻ പറ്റുമെന്ന്. ഇയാൾ തോറ്റിട്ട് അത് പറയുന്നത്. ജയിച്ചിരുന്നെങ്കിൽ ഇത് പറഞ്ഞിരിക്കില്ല. അപ്പോ 3 മണിക്കൂർ കൊണ്ട് ഞാൻ എന്താ പഠിച്ച് എന്റെ അറിവിനെ വിലയിരുത്താൻ പറ്റും, അതുകൊണ്ട് പരീക്ഷ എന്നുള്ള പദ്ധതി തന്നെ തെറ്റാണ് എന്നൊക്കെ പറയും. നേരെ മറിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിച്ച ആൾ അത് പറയില്ല. പിന്നെ പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കിട്ടാതെ പോയ ആൾ എന്ത് ചെയ്യും? ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതും. അതിൽ ഇതിനേക്കാളും മോശമായിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അയ്യോ, അതിൽ അറിയാതെ കൂടുതൽ കൊടുത്തു പോയി, ഇതിൽ കുറവാക്കുമെന്ന്. അങ്ങനെ നടക്കാറുണ്ട്. അപ്പൊ എന്താണ് തെറ്റ്, എന്താണ് ശരി? മക്കളെ ശകാരിക്കണോ വേണ്ടേ? ചില ആൾക്കാർ പറയും ഒരിക്കലും ശകാരിക്കാൻ പാടില്ല എന്ന്. അവരുടെ മക്കള് കുരങ്ങ് ഭേദമായിരുന്നു എന്നുള്ള രീതിയിൽ വളർന്നു വരും. ചില ആൾക്കാർ എപ്പോൾ നോക്കിയാലും ശകാരിക്കണേ. അപ്പൊ ഈ പേടിച്ചിട്ട് തന്നെ ഈ മക്കള് വായി പോലും തുറക്കില്ല. അപ്പൊ എന്താണ്? അപ്പൊ ശകാരിക്കണോ വേണ്ടേ? രണ്ടും ശരിയാണ്, ശകാരിക്കണം. അങ്ങനെ കൂടുതൽ ശകാരിക്കാൻ പാടില്ല. അതാണ് എന്താണ് തെറ്റ്, എന്താണ് ശരി, എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യാതിരിക്കേണ്ടത്. എപ്പോഴാണ് നമ്മൾ പറയുന്നത് കർമ്മമില്ല എന്ന്? പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഈ വ്യക്തി ഒന്നും കർമ്മം ചെയ്യുന്നില്ല ഇപ്പോ എന്ന് പറയാൻ പറ്റോ? പറ്റില്ല. ആ വ്യക്തി സ്വപ്നത്തില് എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു.
അപ്പൊ ആ വ്യക്തി കർമ്മം ചെയ്യുന്നില്ല, അത് അകർമ്മമാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരാള് അനാസക്തരായി അല്ലെങ്കിൽ വേറെന്തോ ചിന്തിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു, യാന്ത്രികമായി ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി കർമ്മം ചെയ്യുന്നു എന്നും പറയാൻ പറ്റില്ല. ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ട കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിലുണ്ടായിരുന്നു. വീട്ടിലൊക്കെ ആൾക്കാര് പാചകമൊക്കെ ചെയ്യുമ്പോൾ ഈ നാരായണീയം ഒക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് എത്ര വയസ്സൊന്നും ആയിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കേന്ത്യയില് ചില സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്, അപൂർവം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. വടക്കേന്ത്യയിൽ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തുളസി രാമായണം, രാമചരിത മാനസ്, അത് പാരായണം ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ആ കർമ്മത്തിൽ അവര് മനസ്സ് ശരിക്കും കർമ്മത്തിലാണോ അല്ല അവര് ഈ രാമായണത്തിലാണോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? അതുകൊണ്ടാ പറയുന്നത് അത്ര കവയഃ അപി മോഹിത. ഇവിടെ ഋഷിമാര് പോലും കുഴപ്പത്തിലാണ്. അതുകൊണ്ട് ഇത് വിചാരിച്ച് നീ തല പുകയേണ്ട എന്നാണ് അർത്ഥം. നീ എന്തിനെ കുറിച്ച് വിചാരിക്കണം? ഏത് തരത്തിലുള്ള കർമ്മം അല്ലെങ്കിൽ എങ്ങനെയാണ് കർമ്മം ചെയ്താൽ എനിക്ക് മോക്ഷം കിട്ടുന്നതെന്ന് മാത്രം വിചാരിച്ചാൽ മതി, വേറൊന്നും വിചാരിക്കണ്ട. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യത് ജ്ഞാത്വാ അശുഭാത് മോക്ഷ്യസേ തത് കർമ്മ തേ പ്രവക്ഷ്യാമി. ഏത് കർമ്മം, എന്ത് അറിഞ്ഞാലാണോ ഈ ജന്മമരണ ചക്രത്തിൽ നിന്ന് മുക്തനാവുന്നത്, നീ മുക്തനാവുന്നത്, അത് ഞാൻ പറഞ്ഞു തരാം, അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കുന്നതല്ല വഴി, കർമ്മം ചെയ്യണം, പക്ഷെ അനാസക്തനായി ചെയ്യുന്നത്. അത് പിന്നീട് ഭഗവാൻ പറയും. അനാസക്തിയോട് ചെയ്യുന്നതാണ് ശരിക്കും, അതാണ് വഴി. അപ്പോൾ ഇവിടെ ഇനി അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ശ്ലോകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. ഇതിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികളും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പിന്നെ കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.